നാവില്ലാതെ നിഴലില്ലാതെ ഇളവയിലെ പൊള്ളുന്നല്ലോ, കുളിർമഞ്ഞിത് നീറ്റുന്നല്ലോ, ഇരുളിൽ ചിത കാത്തു കിടക്കും ഒരു പക്ഷിച്ചിറകായ ജന്മം. ഇനി എന്തിന് തോണിക്കാരൻ, വരികിൽ ഒരു യാത്രക്കാരും. ഇനി എന്തിന് തോണിക്കാരൻ, വരികിൽ ഒരു യാത്രക്കാരും. പുഴ വന്നു വിളിച്ചതുപോലെ ഒരു തോന്നൽ, തോന്നൽ മാത്രം. ഏലേലോ ഏലേ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഒന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിറങ്ങി പോവില്ലായിരുന്നു. പെറ്റ വയറിന്റെ വേദന എനിക്കല്ലേ അറിയൂ. നെഞ്ചു പൊടിഞ്ഞോണ്ട് ആ വന്ദന ഇവിടുന്ന് ഇറങ്ങിയത്. അവൾ ആരുടെയും പണവും പ്രതാപവും ഒന്നും കണ്ട് മോഹിച്ചു വന്നവളല്ല. ചൊല്ലു വിളിക്ക് ഒരു വീട്ടിൽ അന്തസ്സായിട്ട് വളർന്ന പെണ്ണ. നമ്മുടെ മോനല്ലേ ചതിച്ചിട്ട് അവളെ ഇങ്ങോട്ട് താലി കെട്ടിക്കൊണ്ട് വന്നത്. പണം കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. മനസ്സ് നിറയെ ഈ കുടുംബത്തോട് സ്നേഹവും വിശ്വാസവും സൂക്ഷിക്കുന്നവളാ അവള്. അവളുടെ കണ്ണുനീര് ആര് വീഴ്ത്തിച്ചാലും അത് അനുഭവിച്ചേ പോവും. ആ കുഞ്ഞിനോടെങ്കിലും അല്പം നീതി കാണിച്ചൂടെ? എന്ത് നീതി കാണിക്കാൻ? ഇപ്പൊ കുറച്ച് സങ്കടമൊക്കെ കാണും. കുറച്ചു കഴിയുമ്പോൾ താനെ മനസ്സിലായിക്കൊള്ളും അവൾ ഇറങ്ങിപ്പോയത് നന്നായെന്ന്. വന്ദനം ബോധം കെട്ട് കിടന്നപ്പോ താലി കെട്ടിയെന്നല്ലേ പറഞ്ഞത്? ഈ താലിയിലൊക്കെ ഒരു സത്യമുണ്ട്. താലിയുടെ നീതി പുലർത്താത്തോണ്ടാ രണ്ടുപേർക്കും തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. അതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല. നിർത്തടി. അവരെ മനസാക്ഷി ഇല്ലാതെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് നിന്ന് ന്യായം പറയുന്നോ? നീയോ നന്നാവില്ല, മറ്റുള്ളവരെങ്കിലും നന്നാക്കാൻ സമ്മതിക്കുകയില്ല. നീ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. എവിടെ പോയാലും അവരന്തസ്സോടെ തന്നെ ജീവിക്കും. സത്യവും ധർമ്മവും ദൈവഭയം ഉള്ളവരവര്. നിന്നെ പോലെ കുത്തിത്തിരിപ്പ് കാണിക്കുന്നവരൊന്നുമല്ല. സ്വന്തം തന്തയുടെ കണ്ണീര് വീഴ്ത്തിച്ച് പെണ്ണ് കെട്ടിയവൻ എത്ര കേമനാണെങ്കിലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. സ്വന്തം മകനാണെങ്കിൽ ശരി, കുടുംബത്തിന്റെ മാനം കളഞ്ഞവന് വേണ്ടി വക്കാലത്ത് പിടിക്കരുത്. ഒറ്റൊരെണ്ണത്തിന് എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. പൊക്കോണം. അമ്മ മോളോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അച്ഛാ, നിങ്ങൾ എവിടാ നിൽക്കുന്നത്? അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. അച്ഛാ, അത് മോളെ, ഒന്നും പറയാനും ചിന്തിക്കാനും നിൽക്കണ്ട. ജഗനെയും കൂട്ടി ഇങ്ങോട്ട് പോരെ. ഇല്ല അച്ഛാ, ജഗൻ തീരുമാനിച്ചതുപോലെ തൽക്കാലം ഞങ്ങളൊരു വാടക വീട് എടുത്തു മാറാം. അച്ഛാ, അച്ഛൻ എതിരൊന്നും പറയരുത്. വീട് മാറിയിട്ട് ഞാൻ വിളിക്കാം. നിങ്ങൾ വന്നിട്ട് വേണം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ. മോളെ വന്ദനെ, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കാം അച്ഛാ.
ജഗ നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കുറച്ചു ദിവസമേ ആയുള്ളൂ. അച്ഛന്റെ ഓപ്പറേഷനും കൂടെ കഴിഞ്ഞപ്പോ ആകെ ടൈറ്റായി. ആ അമ്മയുടെ കയ്യിൽ കുറച്ച് സ്വർണം കാണും. അത് ഇനിയിപ്പോ പണയം വെക്കാൻ. ശിവ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. തൽക്കാലം പണത്തിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ ബുള്ളറ്റ് പണയം വെച്ച് കുറച്ച് പണം കടമെടുക്കാം. ഡാ അത് വേണോ? അതൊന്നും സാരമില്ല. ആവശ്യം എനിക്ക് എടുക്കാൻ നിന്റെ വണ്ടി ഉണ്ടല്ലോ. വന്ദനയും മോളെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുത്തിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് വേഗം പോകണം. പിന്നെ നിന്റെ പരിചയത്തിൽ ഒരു വീടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ജഗ അത് നിനക്ക് താമസിക്കാൻ പറ്റിയ വീടല്ല. ഹേയ്, അതൊന്നും നോക്കണ്ട. തൽക്കാലം താമസിക്കാൻ ഒരു വീട് വേണം. എന്റെ ഫ്രണ്ട് ദീപുവിന്റെ ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അല്പം വലുതാ. ആ, പക്ഷേ നിനക്കാണെന്ന് പറഞ്ഞ വാടക പ്രശ്നമാക്കാതെ തരും. എന്നാ അത് സെറ്റാക്കി തരാം. അതിനു മുമ്പ് ഈ ബുള്ളറ്റ് വെച്ച് കുറച്ച് പൈസ മറിക്കണം.